മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ മുസ്ലിം പെൺകുട്ടി ആ മുസ്ലിമിന്റെ കൂടെ കല്യാണത്തിന്റെ തലേന്ന് ഒളിച്ചോടി പോയി തലയിൽ തുണിയിട്ടുണ്ടാ നിൽക്കുന്നത്. ഞാനാണെങ്കിൽ ഈ അടുത്ത് ഒരു അമുസ്ലിമായ ഒരു പയ്യനുമായിട്ട് പ്രണയിക്കുന്ന ഒരു പെൺകുട്ടിയെ ഉമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുസ്താദെ ഇതിനെ ഒന്ന് ഉപദേശിക്കാൻ. അപ്പൊ ഞാനിങ്ങനെ ആ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ എന്താ ഇങ്ങനെ, നീ എന്തായി കാണിക്കണം? ഇല്ല ഉസ്താദെ, എനിക്ക് അവനെ ഒഴിവാക്കാൻ പറ്റത്തില്ല, ഞാൻ അവൻ്റെ കൂടെ പോകും, അവൻ അവൻ്റെ മതമനുസരിച്ച് ജീവിക്കും, ഞാൻ എൻ്റെ മതമനുസരിച്ച് ജീവിക്കും. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ആ പെണ്ണ് പറയുന്ന അവൻ ഹിന്ദുവാ, ഹൈന്ദവ വിശ്വാസി, അവൻ അവൻ്റെ വിശ്വാസത്തിൽ ജീവിക്കും, ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ജീവിക്കും. കൊള്ളാം, രാവിലെ മുഴുവനും ഫർദയും ഹിജാബും ദിക്റും നിസ്കാരവും, രാത്രി വ്യഭിചാരവും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ ഓളോട് ചോദിച്ചു, ഞാൻ ഈ ജുബ്ബയും തൊപ്പിയൊക്കെ ഇട്ട് രാവിലെ മുഴുവനും വഴുതു പറഞ്ഞ് നാട്ടുകാരെ മുഴുവനും നന്നാക്കും, രാത്രി രമണി ചേച്ചിയുടെ കൂടെ ഞാൻ പോയി കടന്നാൽ തെറ്റാണോ എന്ന് ചോദിച്ചു. അത് തെറ്റാ ഉസ്താദെ. അപ്പൊ നീ ചെയ്യുന്നതോ? അത് തെറ്റല്ല ഉസ്താദെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതാണ് ഇന്നത്തെ കുട്ടികൾ. അവർക്ക് അറിയാഞ്ഞിട്ടല്ല, എല്ലാം അറിയാം, മരണവും ഖബറും നരകവും എല്ലാം അറിയാം, എന്നിട്ട് നന്നാകുന്നില്ല. എത്ര ഉപദേശിച്ചിട്ടും കേറണില്ല. ഞാനിത് ചോദിച്ചത് നാട്ടിൽ വെച്ചായിരുന്നു, എനിക്ക് വിഷമമില്ല, ചോദിച്ചത് നല്ല ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു. അല്ലാഹു പൊന്നുമോളെ നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ചോദിച്ച സ്ഥലം പോലും പുണ്യഭൂമിയായിരുന്നു. അതാ മനസ്സിലാക്കണ്ടേ.